ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂർ എക്സിബിഷൻ കാണാനായിട്ട് പോയിരിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ പ്രവേശന ടിക്കറ്റ് 40 രൂപയാണ്. അതുപോലെ വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് കിഴക്കേ ഗോപുരത്തിന് സമീപമാണ് ഈ എക്സിബിഷൻ എന്ന് പറയുന്നത്. 180 സ്റ്റോളുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ 70ഓളം പവിലിയനുകളും ഇവിടെ സജ്ജാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കായി പ്രത്യേക വിനോദ പരിപാടികളും ഇവിടെ ഉണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഇവിടെ ഉണ്ട്. ഇപ്പം ഞാനിവിടെ കുറച്ച് ഡെക്കറേറ്റീവ് പൂക്കളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കയറിയതാണ് കേട്ടോ. നല്ല രസമാണ്. ഇത് മറൈൻ എക്സ്പോടെ പോലെ ഒരു ചെറിയൊരു സംഭവം തൃശ്ശൂർ എക്സിബിഷനിൽ നടത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 100 രൂപയാണ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് മൂൺ വോക്കാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. മൂൺ വോക്ക് അടിപൊളിയാണ് കേട്ടോ. ശരിക്കും VR വെച്ച് കാണുന്ന പോലെയാണ്. പിന്നെ കുറേ ഡ്രഗ്സിൻ്റെ വീഡിയോസ്, ഡ്രഗ്സിനായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞപ്പൂവുള്ള കഞ്ഞുണ്ണി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് തെർമാക്കോൾ വെച്ച് ഗാന്ധിജീനെ ഉണ്ടാക്കി വെക്കുന്നതാണ്. ആന ശരിക്കുള്ളതല്ല കേട്ടോ. ആന മാന അങ്ങനെ കുറേ ആയിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സാധനം ISR. എന്ന് വന്നാലും മിസ്സാക്കാത്തൊരു സാധനമാണ് ISR. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആകാശ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ എനിക്ക് കുറച്ച് തട്ടുള്ളതുകൊണ്ട് ISR ഞാൻ മിസ്സാക്കാറില്ല. എനിക്ക് അത്ര ഇഷ്ടമാണ് ISR എന്ന് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പം ഞങ്ങൾ ഓരോ റോക്കറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വെയിറ്റ് നോക്കാനുള്ളതുണ്ട്. ഓരോ പ്ലാനറ്റിലെത്തുമ്പോൾ നമ്മുടെ വെയിറ്റ് എത്രയാണെന്ന് അറിയിക്കാനുള്ള മെഷീനായിട്ടെന്ന് പറയുന്നത്. അപ്പം പിന്നെ ഞങ്ങൾ പോയപ്പോൾ കണ്ടതാണ് പലതരം മണ്ണുകൾ, ലാറ്ററൈറ്റ് സോയിൽ, അതുപോലെ കുറേ തരത്തിലുള്ള മണ്ണ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ സ്കൂൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഞങ്ങൾ ഈ മണ്ണൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇതല്ലേ ഞങ്ങൾ പഠിച്ച മണ്ണ്, ഇതാണല്ലേ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നടക്കായിരുന്നു കേട്ടോ. ഇപ്പം മിക്സ്ഡ് അലുവൽ സോയിലുണ്ട്, ആസിഡ് സെറൈൻ സോയിലുണ്ട്, അതുപോലെ ഇതുണ്ട്. പിന്നെ ആക്ച്വലി ഞങ്ങൾ വന്നത് വീഡിയോ എടുക്കാനാണ്. പക്ഷേ അവിടെ വന്ന സമയത്ത് ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയി. അപ്പോൾ പിന്നെ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ കണ്ട പലതരത്തിലുള്ള മണ്ണുണ്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇത് പലതരത്തിലുള്ള കോഴികളാണ്. ഇത് ഗിനിപ്പന്നിയാണ്, പാല് കൊടുക്കുകയാണ്. ഗിനിപ്പന്നിക്ക് പാല് കൊടുക്കുകയാണ്. പിന്നെ ഈ പോത്തായതിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള, ഡ്രഗ്സിനോട് നോ പറയാനുള്ള കുറച്ച് ഫോട്ടോസുകളും അതുപോലെ കട്ടൗട്ട്സൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഈ വീഡിയോയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാനപ്പോൾ എൻ്റെ അടിയിൽ നിന്നൊരു ഭയങ്കര കുറേ ഫോട്ടോ എടുത്തു. അപ്പം ഈ സത്യം പറയുകയാണെങ്കിൽ നല്ല അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ലഹരിക്കെതിരെ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് സ്കൂളിലുണ്ട്. എക്സിബിഷൻ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ മോഡൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ കണ്ട ചിറകിൻ്റെ മണ്ടയ്ക്കൊക്കെ പോയി നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ അവിടെ നിന്നപ്പോഴാണ് ജയിലിൽ അടകപ്പെട്ടിട്ട്, അതായത് ഡ്രഗ്സിൻ്റെ ജയിലിൽ അകപ്പെട്ടിട്ട് കുറേ പേര് നിൽക്കുന്നത് കണ്ടത്. പിന്നെ അവിടെ ഞങ്ങൾ കണ്ടത് ഒരു ലോക്കപ്പാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ പുറത്തൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഇത് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഈഗിളിൻ്റെ അവിടെ നിന്നിട്ട് അവസാനിപ്പിച്ചു. അപ്പം ടാറ്റ ബൈ ബൈ.